അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ സാദം അഥവാ ബിസിബെലേബാത്ത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്നും ഇൻട്രോന് വരുന്നില്ല, കാരണം മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടില്ല. അടുത്ത ആഴ്ചയുള്ള വീഡിയോയിൽ തീർച്ചയായിട്ടും ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സാമ്പാർ സാദം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഭയങ്കര എളുപ്പമാണ് സാമ്പാർ ഉണ്ടാക്കുക, അതിൽ ചോറിട്ട് മിക്സ് ചെയ്ത് സാമ്പാർ സാദം ആണെന്നാണ് കുറെ പേരുടെ വിശ്വാസം. ഈവൻ ഒരു കാലം വരെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് അതിൻ്റെതായ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്, അതിൻ്റെതായ പെർഫെക്റ്റ് റെസിപ്പി ഉണ്ട്. അപ്പൊ നമുക്ക് സാമ്പാർ സാദം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് അരക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ ജീരകം അതായത് ക്യൂമിൻ സീഡ്സ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉലുവ 1/4 ടീസ്പൂൺ, മല്ലി 1.5 ടീസ്പൂൺ, അതിലോട്ടൊരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മാത്രം നെയ്യ് ചേർത്തിട്ടുള്ളൂ. ചെറിയ തീയില് ഗ്യാസ് ഓൺ ചെയ്യുക. നെയ്യ് താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നാളികേരം ചേർത്ത് കൊടുക്കുകയാണ് 4 ടേബിൾ സ്പൂൺ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നാളികേരം അങ്ങ് ചില സ്ഥലത്ത് ബ്രൗൺ കളർ ആവും, ചില സ്ഥലത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഈവൻ ആയിട്ടുള്ള ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതങ്ങ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിനു ശേഷം നന്നായിട്ട് മഷി പോലെ ഇത് അരച്ചെടുക്കണം. അപ്പൊ ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പാടില്ല. ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഇതാ നമ്മുടെ മസാലക്കൂട്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിലാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യ് ഒഴിച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം ഉലുവ, പിന്നെ കുറച്ച് ജീരകം, ക്യൂമിൻ സീഡ്സ്, 2 വറ്റൽമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അതിനുശേഷം നമുക്കുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു പകുതി ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 ചെറിയുള്ളി പകുതിയിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാളയുടെ പകുതി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇത്ര ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ്, ചെറിയ തക്കാളി. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കായം ചേർത്ത് കൊടുക്കാം. മൊത്തം കായമാണെങ്കിലും കായത്തിന്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ളു കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കായം ചേർത്ത് കഴിഞ്ഞാൽ കൈപ്പരസം വരും, അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുളി വേണ്ട, നമ്മൾ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം പുളി ഉപയോഗിച്ചാൽ മതിയാവും. കാരണം ഇതിൽ തക്കാളി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പൊ തക്കാളി ചേർത്തതുകൊണ്ട് ഞാൻ പുളി എടുത്തിരിക്കുന്നത് നെല്ലിക്കേനേക്കാളും ചെറിയൊരു അളവിലാണ് വലിപ്പം. അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഈ പുളിവെള്ളം ഒന്ന് കുക്കാവണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഇല്ലേ, മസാല പേസ്റ്റ് ഇല്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് വൈറ്റ് റൈസ് ആണ്, അതായത് പച്ചരിയാണ്. നിങ്ങൾക്ക് സോന മസൂരി അരി ഉപയോഗിക്കാം, പൊന്നിയരി ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള മട്ടരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഉപയോഗിക്കാം. അപ്പോൾ ഏതാണെങ്കിലും, പക്ഷെ മട്ടരിക്കൊക്കെ ആണെങ്കിൽ കുക്കിംഗ് ടൈം വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ പച്ചരിയുടെ കുക്കിംഗ് ടൈമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല പുക വരുന്നുണ്ട് ക്യാമറയിലോട്ട് അല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം മൊത്തത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മസാല പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ പുളിയുടെയും ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചോവ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. നമ്മൾ 20 മിനിറ്റ് മുമ്പേ ഏത് അരിയാണെങ്കിലും സോക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത്, അതായത് വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കരുത്. അതിനുശേഷം ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്യുക. 20 മിനിറ്റെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കുക. അതേപോലെ തന്നെ പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട് നമ്മളിവിടെ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നോർമൽ ആയിട്ടുള്ള തൂർദാലാണ്, അതായത് തുവരപ്പരിപ്പ്. അത് 1/4 ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1/2 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് തുവരപ്പരിപ്പ്. തുവരപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മസൂർ ദാൽ ഇല്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം.
കടലപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇതിലേക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് തൂരപ്പരിപ്പ് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് സാമ്പാർ പൊടി ഉപയോഗിക്കാം. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയൊക്കെ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വഴറ്റിയില്ലേ, അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇടുക. പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഒന്ന് ഗോൾഡ് കളർ ആവുന്ന വരെ വഴറ്റി ഒന്ന് വറുത്തതിന് ശേഷം അരച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും, നിവൃത്തിയില്ലെങ്കിൽ കേട്ടോ. പക്ഷെ സാമ്പാർ സാധനം എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുമ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ആ മസാല ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരിയും അതുപോലെ തന്നെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1/4 ഗ്ലാസ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 ഗ്ലാസ് പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും വെള്ളം എന്ന് വിചാരിക്കും. പക്ഷേ ഈ സംഭവം റെഡിയായി വരുമ്പോൾ ഇത്തിരി ലിക്വിഡായി ഇരുന്നാലാണ്, ചൂടാറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാടങ്ങ് കട്ട പിടിച്ച പോലെ ആവും. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ, എങ്ങനെ ഇരിക്കണോ. നല്ല കുഴഞ്ഞിരിക്കണതാണ് നമ്മുടെ സാമ്പാർ സാധം. സാധം ഉണ്ടാക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെൻഷനില്ല. കാരണം മറ്റേതൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പേടിയാണല്ലോ, അയ്യോ കുഴഞ്ഞു പോകുന്നത്. ഇത് കുഴഞ്ഞു പോകണം, അതാണ് അതിന്റെ ടേസ്റ്റ്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാത്തൊരു സംഭവമാണിത്. എല്ലാം കൂടി ഒറ്റയടി മിക്സിലടിക്കുക, അങ്ങ് റെഡിയാവും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 3 ഗ്ലാസ് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി അളന്നത് ആ സെയിം ഗ്ലാസ്സിൽ വെള്ളം. അപ്പൊ മൊത്തത്തിൽ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് 3.5 ഗ്ലാസ് ആണ്. നമ്മൾ ആദ്യം 1/2 ഗ്ലാസ് ഒഴിച്ചു, ഇപ്പൊ 3 ഗ്ലാസ് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ എല്ലാ മസാല എന്തെങ്കിലും അരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് അങ്ങനെ തിരിച്ചാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അതായത് ഉപ്പ് ഇച്ചിരി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലെപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ബിരിയാണിയുടെ പോലെ ടെൻഷനുള്ള കാര്യമല്ല അത്. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്. ഇത് തിളയ്ക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഞാൻ ശർക്കര ഇടുന്നുണ്ട്. ശർക്കര താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാധനത്തിന്റെ സെയിം ടേസ്റ്റ് ആണ്. നമുക്കിനി അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ കേട്ടോ. അപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കർ. ഇനി നമ്മൾ കുക്കറിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ബിസിബെലി ബാത്ത്, അതായത് നമ്മുടെ സാമ്പാർ സാദം, ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കറക്റ്റായിരുന്നു ഇതിന്റെ വെള്ളമൊക്കെ. കാരണം ഇപ്പൊ നോക്കുമ്പോൾ കുറച്ച് ഒന്ന് ലൂസ് പോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, തണുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് കട്ടയാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യ് ഇതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി മല്ലിയുടെ ഇല ഒന്നും ഇടുന്നില്ല, നെയ്യും ചേർക്കുന്നില്ല. ഞാൻ ഇതിന്റെ ഫൈനലായിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പൊ ചോറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം കുക്കായിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്ന പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതായത് ക്യാരറ്റും ബീൻസും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതിന് പകരമായിട്ട് വഴുതനങ്ങ, അതുപോലെ തന്നെ മുരിങ്ങക്കായ, പൊട്ടറ്റോ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഒരു വായ കഴിക്കട്ടെ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പും പുളിയും എരിവും പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി ഈ റെസിപ്പിക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ ബിസിബെലി ബാത്ത് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം സാമ്പാർ സാദം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ, തമിഴ്നാട് സ്റ്റൈലിൽ പൊട്ടറ്റോ റോസ്റ്റും സൂപ്പറാണ്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അതില്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്തിന്റെ കൂടെയും സൂപ്പറാണ് ആ പൊട്ടറ്റോ റോസ്റ്റ്. അതും ഇതും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.